നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാക്കുന്നതാണ്. ചെറിയൊരു ടോയ് ഓട്ടോറിക്ഷ ഉണ്ടാക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ GP ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. GP ഷീറ്റ് കട്ട് ചെയ്തൊരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നമ്മളൊരു ശ്രമം നടത്തിയതാണ് ഓട്ടോറിക്ഷ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് ഗ്യാപ്പ് കിട്ടുന്ന ടൈമിലാണ് നമ്മളിത് കുറേശ്ശായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കി നോക്കിയിട്ടുള്ളതാണ്. ഷീറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടാക്കി ഏകദേശം ബാക്കാക്കി. പഴയ മോഡൽ ഓട്ടോയുടെ ഒരു രൂപമാണ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് നമ്മളതിൽ മാറ്റം വരുത്തി മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പം ഏകദേശം പഴയൊരു മോഡലിലെ ഓട്ടോയുടെ രൂപത്തിലേക്കാണ് ആക്കിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോകൾ ഒരുപാട് ഫോൺ കംപ്ലൈൻ്റ് ആയ സമയത്ത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ചെറിയ ഗ്യാപ്പ് വരുന്നത്. പിന്നെ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. പരമാവധി നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തോന്നിയ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള മോഡലാണ്. ചിലപ്പോൾ നമ്മൾ ഫൈനൽ വരുമ്പോൾ ഒറിജിനലായിട്ട് വലിയൊരു സാമ്യമൊന്നും വരാൻ സാധ്യതയില്ല. നമ്മളൊരു ശ്രമം നടത്തിയതാണ്. ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലായി അത്ര ചെയ്തെടുക്കുക അത്ര സിമ്പിളല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റാക്കിയപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇതിൻ്റെ മോഡലിൽ ചെറിയ മാറ്റം വരുത്തണമെന്ന്. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കുറച്ച് ഓടിക്കാനും അതുപോലെ ബാക്കുള്ള ഭാഗം ഷീറ്റ് അത്രയും വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാനൊക്കെ നമ്മൾ അങ്ങനെയാണ് കണക്ക് കൂട്ടിയത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ഏകദേശം ആപ്പയുടെയൊക്കെ ഒരു മോഡലിലേക്കൊന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വരുന്ന ടയർ വരുന്നതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന സ്ക്വയർ പൈപ്പിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ആ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ടയർ വരുന്നിടത്ത് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ ഒരെണ്ണം ആക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് സെറ്റാക്കിയെങ്കിലും നമുക്കത് അത്ര ഒരു ഭംഗി തോന്നിയിട്ടില്ല. ഓരോ ടൈമിൽ നമ്മളിത് ചെയ്യും, വീണ്ടും നിർത്തും, സൈറ്റിൽ വർക്കിന് പോകും, അല്ലെങ്കിൽ ഷോപ്പിൽ വർക്ക് ഉണ്ടാവും, തിരക്കുണ്ടാവും. ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ രൂപമാറ്റം വരുന്നതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് ബാക്കോട്ട് ഓടിച്ചിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിലൊരു ബാക്കിലേക്ക് ഒടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ ടോപ്പിലെ ഹൈറ്റ് കുറച്ചു. ഫ്രണ്ട് ഭാഗത്ത് ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടിയിലൊരു വെൽഡ് മെഷിൻ്റെ ഇതാണ്, അത് വെച്ചിട്ട് കട്ട് ചെയ്തു. അതുപോലെ ഫ്രണ്ടിൽ ടയർ വരുന്ന ആ പോർഷൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിലൊരു ചെറിയ സീറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ കമ്പി വെച്ചിട്ടുണ്ട്. ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തിരിയുന്ന ഹാൻഡിലൊന്നുമല്ല, വെറുതെ ഒരു ഡമ്മി മാത്രമാണ്. ഒരു ചെറിയൊരു രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടോപ്പിലേക്ക് നമ്മളൊരു ഷീറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ആപ്പയുടെ രൂപമാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു രൂപം ആക്കിയിട്ടുണ്ട്. ഇത്രയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതിന് വരുന്ന കോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും കണക്ക് കൂട്ടുന്നില്ല. ഇതൊരു പാഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് അതൊന്നും ആക്കിയാൽ കൊള്ളാമെന്നും ഒരു ഐഡിയക്കാണ്. ഇതിൻ്റെ ടയറിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വീല് വെച്ച് നോക്കിയതാണ്. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ വീലുകൾ നമ്മളിതുപോലെ ഓരോ വണ്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊന്ന് നോക്കിയതാണ് ഈ ഒരു ഹൈറ്റ് മതിയോ എന്നുള്ളത്.
വീലുകൾ നമ്മളധികം ഉണ്ടാക്കുന്നത് മൾട്ടിവുഡ് വെച്ചിട്ടും അതുപോലെ PVC ലാമിനേഷൻ ഷീറ്റൊക്കെ നമ്മുടെ അലുമിനിയം വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ അതൊക്കെ വെച്ചിട്ട് ആണ് ആക്കാറുള്ളത്. ടയർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മുമ്പ് നമ്മളൊരു ജീപ്പിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ബെയറിംഗ് ഉള്ളിൽ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇത് പക്ഷേ നമ്മൾ ബെയറിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. വെറുതെ ഒരു രണ്ടറ്റത്തും വാഷർ വെച്ച് കൊടുത്താണ്. അറ്റത്ത് നമ്മൾ ഗേറ്റിനൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ഹാഫ് ബോൾ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് അത്ര വലിയ ലുക്കൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ടയർ ഊരി പോകാതിരിക്കാൻ കൊടുത്താണ്. മേളിലെ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ബോഡി ഫില്ലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻറ്റുകളൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ബോഡി ഫില്ലർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ചെയ്യുന്ന സമയത്ത് ഈ ഷീറ്റുകളൊക്കെ നമുക്ക് നമ്മളെ ഗ്രില്ല് വർക്കുകൾക്കും ഡോറിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഷീറ്റുകളൊന്നും നമുക്കങ്ങനെ മേടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഫ്രണ്ടിൽ ഗ്ലാസ്സിന് വെക്കാനുള്ള പോളികാർബൺ ഷീറ്റ് കഷ്ണം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു കഷ്ണം ഷീറ്റ് മേടിക്കേണ്ട വന്നിട്ടുണ്ട്. അതുപോലെ പെയിൻറ്റ് പ്രൈമറൊക്കെ മേടിച്ചിട്ടുണ്ട്. ബാക്ക് ഭാഗം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നമ്മൾ ഉദ്ദേശിച്ച ഇതിനേക്കാളും കുറച്ചുകൂടെ പാളിപ്പോയി. പിന്നീട് അതിന് ചേഞ്ച് ആക്കാൻ പ്രശ്നമുണ്ട്. എങ്കിലും നമ്മൾ ഏകദേശം ഒരു രൂപം ആക്കിയെടുത്തിട്ടുണ്ട്. വണ്ടി ഇത്ര ആയപ്പോഴാണ് നമ്മുടെ മോന് വണ്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ വന്നിട്ട് തിരക്കാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അതുവരെ പണി നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടാണ് ഒരു ദിവസം പെട്ടെന്ന് നമ്മളതുകൊണ്ട് തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആക്കിയിട്ട് ടയറും കൂടെ അവൻ്റെ നിർബന്ധപ്രകാരമാണ് പെട്ടെന്ന് ടയർ സെറ്റാക്കിയത്. ഇല്ലെങ്കിൽ നമ്മൾ ടയറൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് പിന്നീടേ ചെയ്യുള്ളൂ, നമ്മളെ വർക്കിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട്. നമ്മൾ മൊത്തമായിട്ട് ഇതിനൊന്ന് അപ്പോക്സി അടിച്ചു വെച്ചിട്ടുണ്ട്. ഗ്രേ അപ്പോക്സി അടിച്ചിട്ട് ഇപ്പോൾ കൊച്ചും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗം അവനാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ്, പകൽ സമയമില്ലാത്തതുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് രാത്രി പെയിൻ്റ് അടിക്കുകയാണ്. പെയിൻറ്റിങ് നമ്മൾ ഏകദേശം ഒന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുമെന്നറിയില്ല. ചെറിയൊരു രീതിയിൽ നമുക്കൊരു ആപ്പയുടെയൊക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഫ്രണ്ടിൽ